പ്രഖ്യാപിക്കുക. കൈ മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. OP ബഹിഷ്കരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കെതിരെയും കുറ്റത്തിന് കേസെടുക്കുക. OP ബഹിഷ്കരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുക. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സമര സമിതി സിന്ദാബാദ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സമര സമിതി സിന്ദാബാദ്. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിനെതിരെ പ്രതിഷേധ സമരം. പ്രതിഷേധം 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 ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിനെതിരെ പ്രതിഷേധം. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിനെതിരെ പ്രതിഷേധം. പ്രതിഷേധം 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 കൈ മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. കൈ മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. OP ബഹിഷ്കരിക്കുന്ന 10-100 അടച്ചിട്ട് ഫൈനടച്ച് പരിഹരിക്കേണ്ട ഒരു പെറ്റി കേസിന് ആയുഷ്കാലം മുഴുവനും തടവിലിടുന്നത് പോലെ തന്നെയാണ് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടുണ്ടായത്. ആ കുഞ്ഞിൻ്റെ കൈയാണ് മുറിക്കപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ പ്രതികരണ ശേഷിയുള്ള അല്ലെങ്കിൽ പ്രതികരണ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ഇതിനോട് അമർഷപ്പെടും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സ്വന്തം പെൺകുട്ടി ചികിത്സയുമായി പോയപ്പോൾ ആ കുട്ടി അവിടെ മരിച്ചു. ആ രക്ഷിതാവ് വേറെ ഒന്നും ആലോചിച്ചില്ല. അവർ പ്രതികരണ പ്രസ്ഥാനങ്ങളെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ആരെയും അവർ സമീപിച്ചില്ല. നേരെ വീട്ടിൽ നിന്നൊരു വീച്ചു കത്തിയും എടുത്തിട്ട് ആശുപത്രിയിൽ പോയി ആ ഡോക്ടറിനെ വെട്ടുകയാണ് ചെയ്തത്. അങ്ങനെ വെട്ടി പരിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് IMO, അതാണ് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ മരിച്ച ഈ കുട്ടിക്കോ അല്ലെങ്കിൽ സ്വന്തം മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കോ അല്ല പ്രശ്നം. IMA എന്തുകൊണ്ടാണ് ഈ ഡോക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ കൊലയാളിയായ ഡോക്ടറെ പ്രൊട്ടക്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാ ഡോക്ടർമാരെയും അടച്ച് ആക്ഷേപിക്കാനല്ല. നല്ല ഡോക്ടർമാരുണ്ട് ജനങ്ങളെ സേവിക്കുന്ന. ഇത് ആശുപത്രി അല്ലെങ്കിൽ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഒരു സേവന മേഖലയാണ് ആശുപത്രി. നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കപ്പെടാത്തത് കൊണ്ട്, നിങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ ക്ലിനിക്കുകളെ പരിപോഷിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി അച്ചാരം പറ്റി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ കൊലയാളികൾ തന്നെയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ട കുട്ടിയെ ഇന്ന് കൈ മുറിച്ചു മാറ്റപ്പെട്ടത്. ഇന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ ചികിത്സയുമായിട്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ അമ്പച്ചി മരിച്ചു പോവുകയാണ് ചെയ്തത്. അത് മെഡിക്കൽ കൊല എന്നാണ് അതിനെ പറയാം. അങ്ങനെ മെഡിക്കൽ കൊലകൾ നടത്തിക്കൊണ്ട് അതിന് ഇവിടുത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കോ നമ്മുടെ സർക്കാരിനോ നമ്മുടെ സിസ്റ്റത്തിനോ യാതൊരു കാര്യം കൊല്ലപ്പെടുന്നത് മുഴുവനും പാവപ്പെട്ടവരും ദരിദ്രരും ദളിതരും ആദിവാസികളുമാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവനോ അവരുടെ മരണത്തിനോ വില കൽപ്പിക്കപ്പെടാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം അവിടെ എന്താ പറയുക, ജോലിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ രോഗികളുടെയും ഡോക്ടർമാരുടെയും തമ്മിലുള്ള അനുപാതവും അവർ തമ്മിലുള്ള പരസ്പരം ഉണ്ടാവേണ്ട സാമൂഹികമായ സഹവർത്തിത്വത്തിൻ്റെയും പരിശ്രമങ്ങളാണ് ഇത്തരം കുട്ടികളുടെ കൈ മുറിക്കുന്നതും കാലിന് ഓപ്പറേഷൻ പോയാൽ നാവ് മുറിക്കുന്നതും ഹൃദയം കുത്തിപ്പൊട്ടിക്കുന്നതും കിഡ്നി എടുക്കുന്നതും മരണത്തിലേക്ക് തള്ളിവിടുന്നതും എത്രയെത്ര സംഭവങ്ങളാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും ഈ കിരാതന്മാരുടെ ഈ നരാധമന്മാരുടെ ഇരകളായി മരിക്കേണ്ട കൊല്ലപ്പെടേണ്ട ഒരവസ്ഥ ഈ ആതുരാലയങ്ങൾ അല്ലെങ്കിൽ പഴയ ധർമാശുപത്രികൾ എന്ന് പറയുന്ന ഈ ആശുപത്രികളിൽ നിന്നുണ്ടാവുകയാണ്. അതുകൊണ്ട് ഇത്തരം ഡോക്ടർമാരെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ രോഗികളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്ന ജനസേവകരായിട്ടുള്ള ജനങ്ങളോട് സാമൂഹ്യ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നവരായിരിക്കണം ഡോക്ടർമാരും
അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയർമാരും ഒക്കെ തന്നെ ഇന്ന് നമുക്കറിയാം സ്വാശ്രയ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ 50-70 ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറായി പുറത്തു വരുമ്പോൾ പലിശ സഹിതം ഇത് തിരിച്ചു പിടിക്കാനുള്ള ആർത്തിയും ആസുരതയും കൊണ്ട് രോഗികളെ കൊല്ലുന്ന അവരുടെ കൈകളിൽ നമ്മുടെ ശരീരം വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സാമൂഹിക വ്യവസ്ഥ ദുർബലപ്പെട്ടിരിക്കുന്നു, അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാലികയുടെ കൈമുറിക്കേണ്ടി വന്നത്. എന്നിട്ട് പറയുന്നു, ഈ കള്ളന്മാർ ചേർന്ന് പറയുന്നു, ഞങ്ങൾ OP ബഹിഷ്കരിക്കുമെന്ന്. ഇവരെയെല്ലാം നിലമ്പൂർ മോഡലിൽ നേരിടുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അല്ലാതെ ഈ നിയമവും ഈ വ്യവസ്ഥയും സംരക്ഷിക്കാൻ ഇവരെ സംരക്ഷിക്കുകയല്ലാതെ ഇവർക്കെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇരകളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങളും രോഷാകുലമായിട്ടുള്ള കടന്നാക്രമണങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നല്ലൊരു ചികിത്സ ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ ജനങ്ങളോട് കാണിക്കുന്നത് വലിയ ക്രൂരതയാണ്. കാരണം ഈ പോയ മാസം 24-ാം തീയതി പലശേനയിൽ നിന്ന് എത്തിയ ആ പിഞ്ചു കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടാണ് ആ കുഞ്ഞിൻ്റെ കൈ കുറിച്ച് മാറ്റേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. എത്തിയ അന്ന് പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം കൈ വേദന എടുത്തപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ വാക്കെന്താണ്? എല്ല് പൊട്ടിയതല്ലേ, സ്വാഭാവികമായിട്ട് വേദന ഉണ്ടാവും, വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചാൽ മതി. ആ പാവം, ആ കുടുംബം ആ വാക്ക് വേദവാക്യമായി കേട്ടുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരാനാണ് ഈ ഡോക്ടർ പറഞ്ഞത്. 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ആ കൈയുടെ അവസ്ഥ എന്തായിരുന്നു? പഴുത്ത് ചീഞ്ഞ് നാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ്? ഇവിടുത്തെ ഡോക്ടർമാരാണ്. MBBS എന്ന പട്ടം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ്. ആ കുട്ടിയെ പരിശോധിച്ച യഥാർത്ഥ ഡോക്ടർ ആരാണ്? ടോണി ജോസാണ്. ആ ഡോക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ കേശാഴ്ചയിലെ 2 ഡോക്ടർമാരെ പ്രതിപട്ടികയിൽ കൊണ്ടുവന്നു. ഇതിന് പണി ആരാ എടുത്തത്? ഈ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് എന്ന ജയശ്രീയാണ്. അപ്പോൾ ഇവിടുത്തെ ഏത് ഡോക്ടറെ വേണം, ഏത് ഡോക്ടറെ ശിക്ഷിപ്പിക്കണം, ഏത് ഡോക്ടറെ രക്ഷിക്കണം എന്നുള്ള ഒരു പോർച്ചങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം സമരങ്ങളുടെ ആർജവം കൂടിയപ്പോൾ ഡോക്ടർമാരും എടുത്തൊരു തീരുമാനമാണ് 2 ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുക. ഈ 2 ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർക്ക് അത് രോഷം കൊണ്ടു. അവർ IMAയും അതുപോലെ KGMയും ചേർന്ന് പ്രതിഷേധങ്ങളും OPകൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, OP നിങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തെരുവിൽ നേരിടും. ഇതിന് യാതൊരു മാറ്റമില്ല. നിങ്ങൾ OP ബഹിഷ്കരിച്ചാൽ ഞങ്ങൾ നിങ്ങളെ തെരുവിൽ നേരിടുമെന്ന് ഈ സമരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഡോക്ടർമാരെ നിങ്ങളൊന്ന് ഓർത്തോ. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണെങ്കിലും ഞങ്ങൾ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം കൈപ്പറ്റുന്നതും നിങ്ങൾ കുടുംബത്തിൽ സുഖമായി ജീവിക്കുന്നതും. ആ സുഖജീവിതം നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. OP ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. ഇത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ സമരസമിതിയുടെ ആഹ്വാനമാണ്. ഇതിന് ഞങ്ങൾ തയ്യാറാണെങ്കിൽ OP ബഹിഷ്കരിച്ചോ, അതല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തമായ ഭാഷയിൽ പറയുന്നു, OP നിങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ രോഗികൾ മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ പൗരപ്രമാണികളും ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളെ തെരുവിൽ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു. ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംഘടനയുടെ പ്രതിനിധികളാണ്. ഞങ്ങൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളും ഓരോ സംഘടനയുടെയും ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ പിന്നിൽ അണികളുണ്ട്. അണികൾ നിരന്നു നിന്നാൽ അത് താങ്ങുവാനോ അത് തടയുവാനോ ഇവിടുത്തെ ഒരു ഡോക്ടർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്ക് നിർത്തുന്നു.
പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന പ്രതിഷേധ സമരം കേവലം ഒരു ഡോക്ടറുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ചയെ സംബന്ധിച്ചുള്ള കാര്യത്തിലല്ല. അടിസ്ഥാനപരമായി നമ്മുടെ ആരോഗ്യവകുപ്പ്, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് ജനവിരുദ്ധമായി മുന്നോട്ട് പോകുന്നതിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു, ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിക്ക് കോടിക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങൾ വന്നു, കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്കിതിൽ നിന്ന് മനസ്സിലാകാവുന്ന കാര്യം, പക്ഷേ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആരോഗ്യവകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകൾ ആസ്തി വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആശുപത്രിക്ക് കുറേ കെട്ടിടങ്ങൾ ഉണ്ടാവുക, ആശുപത്രിക്ക് കുറേ സാമഗ്രികൾ കൊണ്ടുവരിക, കുറേ യന്ത്ര സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുക. ചികിത്സ പദ്ധതിയെ വിപുലമാക്കുക, അതൊരു വലിയ സംവിധാനമായിട്ട് വികസിപ്പിച്ചെടുക്കുക, പ്രത്യേകിച്ച് മരുന്ന് മാഫിയകളുടെ അവരുടെ ഒരു സംവിധാനമായിട്ട് ഇതിനെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രഗത്ഭരായ ഭരണ നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകളെക്കുറിച്ച് പോലും കോവിഡ് കാലത്ത് അവർ നടത്തിയ കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പൗരസമൂഹവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വമുള്ള ആളുകളില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഭരണകൂട സംവിധാനത്തിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറോ ഈ ആശുപത്രിയിലെ സൂപ്രണ്ടോ അതുമായി ബന്ധപ്പെട്ട അധികാരികളോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സത്യസന്ധമായും ഉത്തരവാദിത്തത്തോടു കൂടിയും ജനങ്ങളോട് ഉത്തരവാദിത്തത്തോടു കൂടിയുമുള്ള ഒരു രീതിയിലാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ, നമ്മൾ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് പറയും. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പത്രമെടുത്ത് നോക്കുക, ഒറ്റപ്പെട്ട സംഭവമാണോ അത്? ചികിത്സാ പിഴവെന്ന് പറയുന്നത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്താലും അവരെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ സ്വരമാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ജനപ്രതിനിധികളുടെ തലത്തിലാണെങ്കിലും ഒക്കെ നമ്മളിതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നിയമത്തെക്കുറിച്ച് പറഞ്ഞു. ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം, ആ നിയമം ആരാ നടപ്പിലാക്കിയത്? ആരാ കൊണ്ടുവന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് തയ്യാറാക്കിയ നിയമമാണ്, അവരംഗീകരിച്ച നിയമമാണ്. എന്തുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ചൊരു പൊതുജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച കൊണ്ടുവന്ന് ഇത്തരം നിയമങ്ങളെ, കരിനിയമങ്ങളെ നിയമം ലംഘിക്കുമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് പൗരസമൂഹത്തെ കൊണ്ട് എത്തിക്കാൻ കഴിയാതെ വന്നത്? ഇവരെല്ലാവരും ഇതിന് കൂട്ടാണ്. അത്തരത്തിൽ ജനവിരുദ്ധമായ നയങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രക്രിയയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. അപ്പോൾ നമുക്ക് വളരെ വിപുലമായ മേഖലകളിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പരിമിതികളുണ്ടാകും. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ലോകസഭയിലെ പോലെ നിയമസഭയിലെ പോലെ പൗരന് അധികാരമുള്ളൊരു സഭയുണ്ട്, ഗ്രാമസഭ. ആ ഗ്രാമസഭയെ ആട് മാട് കോഴി വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി ദുർബലപ്പെടുത്തിയ ആളുകളാണ് ജനങ്ങളെ മൊത്തത്തിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിൽ, ഗ്രാമസഭകളിൽ, ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് സഭകളിൽ അത്തരത്തിൽ ജനാധികാര കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായാൽ ഈ പറയുന്ന തോന്നിയാസം കാണിക്കുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധിയുമൊക്കെ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ കൈമുറിച്ച് മാറ്റിയ കുട്ടിയുടെ കൈമുറിച്ച് മാറ്റിയ ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം, ആ അന്വേഷണ റിപ്പോർട്ട് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയുമോ? തെമ്മാടിത്തരങ്ങളാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം വരിക. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ
ആ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനും പൗരസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഇടപെടൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിട്ട് ഇതിനെ വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കുറ്റവാളികളായ ആളുകളെ ശിക്ഷിക്കുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സുഹൃത്ത് ഇവിടെ സംസാരിച്ച് പറഞ്ഞു, നമുക്ക് ഈ സംഭവത്തിൽ ആ കുട്ടിക്കുണ്ടായ നഷ്ടം, ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, നമുക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പറയുമ്പോൾ അടിവരയിട്ട് ഒന്നും കൂടെ പറയണം, അതിന് ഉത്തരവാദികളായ ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ആ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, OP ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവൻ്റെ നികുതി പണത്തിൽ നിന്ന് വലിയൊരു വിഹിതം ചെലവഴിച്ചാണ് ഓരോ ഡോക്ടർമാരും പുറത്തിറങ്ങുന്നത്. ഈ പുറത്തിറങ്ങുന്ന ഡോക്ടർമാർക്ക് സ്വാഭാവികമായും പാവപ്പെട്ടവനോടാണ്, സാധാരണക്കാരനോടാണ്, ഈ ഗവൺമെൻറ് ആശുപത്രിയിലെത്തുന്നവരോടാണ് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ സാധാരണക്കാരനെ കാണുമ്പോൾ അവർ അവമതിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഡോക്ടർമാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീഴ്ചകളെ, അവരുടെ ചികിത്സാ പിഴവുകളെ പൊതുസമൂഹം ചോദ്യം ചെയ്യരുത് എന്ന തരത്തിൽ ചില നിയമനിർമ്മാണങ്ങൾക്കുള്ള ശ്രമമാണ് ഇന്ന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള പ്രതിബദ്ധത എന്നത് സ്വകാര്യ ആശുപത്രികളോടാണ് അവരുടെ പ്രതിബദ്ധത, സ്വകാര്യ മരുന്ന് കമ്പനികളോടാണ് അവരുടെ പ്രതിബദ്ധത. അതിനടിയന്തരമായ ഒരു മാറ്റം കൊണ്ടുവരണം. ഇവിടെ പൗരസമൂഹം അവരെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. അവർക്കെതിരെ വരുന്ന പിഴവുകൾക്കെതിരെ, ചികിത്സാ നിഷേധങ്ങൾക്കെതിരെ പൗരസമൂഹത്തിൻ്റെ ശബ്ദം ഉയരുക തന്നെ ചെയ്യും. അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വറീഡാവേണ്ട കാര്യം യാതൊന്നുമില്ല. ഈ വിഷയത്തിൽ ഇനിയും ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഇനിയും ഉണ്ടാവുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി OP വിഭാഗം ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടർമാരും പണിമുടക്കിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് അവർ OP വിഭാഗം നിരോധിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു ജനവിരുദ്ധ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള അവരുടെ പ്രകടനം തികച്ചും ഒരു ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം ഇവിടെ വിനോദിനി എന്ന പല്ലസിനയിലെ ആ പെൺകുട്ടി ഇവിടെ ചികിത്സയ്ക്ക് വരികയും ആ പെൺകുട്ടിയുടെ കൈ എല്ല് പൊട്ടുകയും അത് വളരെ അനാസ്ഥമായി ഇവിടുത്തെ ഡോക്ടറും മറ്റ് ജീവനക്കാരും കാണുകയും ആ കുട്ടി പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും ചികിത്സയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ അതിൻ്റെ അപകടം മനസ്സിലാക്കി, അവർക്ക് തെറ്റുകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ അബദ്ധം മനസ്സിലാക്കി അവർ ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അവിടെ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ ഈ കൈ വളരെ പ്രശ്നമായിട്ടുള്ള ഒരവസ്ഥയിലെത്തുകയും അത് മുറിച്ചു കളയേണ്ടതാണെന്ന് അവർ പറയുകയും ചെയ്തപ്പോൾ ആ രക്ഷിതാക്കൾ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. കാരണം വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ, അതും ഒരു ദളിത് ബാലികയുടെ കൈമുറിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നം, ആ കുട്ടിയുടെ ഭാവി എന്താണ്? ഇത് നമ്മൾ പറയുമ്പോൾ, ജനപക്ഷത്ത് നിന്ന് പറയുമ്പോൾ ഈ ആരോഗ്യ മേഖലകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? നോക്കൂ, നമ്മുടെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ആദിവാസികളും ദളിതുകളും ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അവരുടെ രോഗങ്ങൾ ശമിപ്പിക്കുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും നിരവധി സമരങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾക്കിവിടെ SC/ST ഫണ്ട് ഉപയോഗിച്ച് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. പക്ഷേ ഇന്ന് ആ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ്? ആർക്കും ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമായിട്ടിന്ന് അവിടെ നിലനിൽക്കുകയാണ്. ഒരു സൗകര്യമില്ലാതെ, ഇവിടുത്തെ ജില്ലാ ആശുപത്രിയുടെ അത്ര തന്നെ അവിടെ സൗകര്യങ്ങളില്ലാതെ അതൊരു സ്ഥാപനമായിട്ടങ്ങനെ നിലനിൽക്കുന്നു. ഇത് പറയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ, ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സവർണ മേധാവിത്വത്തിൻ്റെ ഒരു ഭരണകൂടവും ഇവിടുത്തെ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഞാൻ പറയാൻ കാരണം, ഇവിടെ ഏറ്റവും കൂടുതൽ
ഈ ആരോഗ്യരംഗത്ത് വന്ന് പീഡിപ്പിക്കപ്പെടുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും അവർ ആരോഗ്യം സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ പാവപ്പെട്ടുള്ള ജനങ്ങളായിട്ടുള്ള ദളിതുകളുടെയും ആദിവാസികളുടെയും തൊഴിലാളി ജനവിഭാഗങ്ങളുടെയാണ്. നോക്കൂ, ഈ ബാലിക എന്ന് പറയുന്നത് കണക്ക വിഭാഗത്തിലുള്ള ഒരു ദളിത് പെൺകുട്ടിയാണ്. ഞങ്ങൾ ആ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വെറും ഒരു കുടിലാണ്, ഒരു പ്ലാസ്റ്റിക്കും കുറേ ഓലകളും മേഞ്ഞുകൊണ്ടുള്ള ഒരു കുടിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. നോക്കൂ നമ്മുടെ അവസ്ഥ. ഇവിടുത്തെ ഭരണാധികാരികൾ ആ സ്ഥലമൊന്ന് സന്ദർശിച്ച് കാണേണ്ടതുണ്ട്. ആ കുട്ടിക്ക് വീണ് പരിക്കേറ്റാൽ ആ കുട്ടിയെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മുഖ്യമായിട്ട് ഇവിടുത്തെ ആരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർക്കുണ്ട്. എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ഈ കൈയൊടിഞ്ഞത് ഇത്ര നിസാരമായി കാണുകയും ആ കുട്ടിയുടെ കൈ മുറിച്ചു കളയേണ്ട അവസ്ഥയെത്തുന്നത്? ഈ മനോഭാവം കൊണ്ടാണ്. ഇവിടുത്തെ സവർണ മേധാവിത്വം ഇവിടുത്തെ കുട്ടികളുടെയോ ജനങ്ങളുടെയോ നിറമോ അവരുടെ ജാതിയോ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തൊടാൻ പോലും അറയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. നോക്ക്, നമ്മൾ ഈ ആശുപത്രിക്കുള്ളിലൊന്ന് പോയി നോക്കൂ. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ആളുകളാണ് ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത്. കാരണം അവരുടെ പണമില്ല, അവർക്ക് സൗകര്യമില്ല. ഇനി രോഗിയായിട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പോലും സൗകര്യമില്ലാത്ത കുടിലുകളും അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. ഈ അവസ്ഥയിൽ ഈ ജനങ്ങളുടെ ആരോഗ്യങ്ങൾ ആരാണ് സംരക്ഷിക്കേണ്ടത്? ഇവിടുത്തെ ഭരണകൂടങ്ങൾ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, നമ്മളിത് പറയുമ്പോൾ ഇവിടുത്തെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 1000 പേർക്ക് ഒരു ഡോക്ടറോ ഒരു സംവിധാനമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോക സാഹചര്യത്തിൽ ഏറ്റവും ജനങ്ങളുള്ള ഒരു പ്രദേശത്ത്, ഏറ്റവും ജനസംഖ്യ നിറഞ്ഞിട്ടുള്ള രാജ്യത്ത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ, ആരോഗ്യ സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതാണ്. ഇനി ഡോക്ടർമാർക്ക്, ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ജനങ്ങൾക്ക് അതേപോലെയുള്ള സംരക്ഷണങ്ങൾ തിരിച്ചും കിട്ടേണ്ടതാണ്. കാരണം ഇവിടുത്തെ ഒരു വ്യവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സവർണ മേധാവിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നീതി എന്നുള്ളത് തുല്യമായിട്ട് നടപ്പിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള ജനകീയ സമരങ്ങളിലൂടെ തുറന്നു കാണിക്കുകയും ഇവിടുത്തെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചികിത്സാ രീതി തന്നെ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചത് നടക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ഡോക്ടർമാരെ ഒരേ സമയം ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ആ ട്രീറ്റ്മെൻറ്റിലൂടെ ആ കുട്ടിയുടെ കൈ നാമവിശേഷമാവുകയും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ആ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2 ഡോക്ടർമാരായതുകൊണ്ട് ഒരു ഡോക്ടർക്കെങ്കിൽ തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്തുവാൻ അടുത്ത ഡോക്ടർക്ക് കഴിഞ്ഞിരിക്കണം. അതിനാണല്ലോ 2 ഡോക്ടർമാരുണ്ടായത്. അപ്പോൾ 2 ഡോക്ടർമാരുണ്ടായിട്ടും ഒരു കുട്ടികൾ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ 2 ഡോക്ടർമാർ ഒരേ ചിന്തയിലാണ് ആ ചികിത്സാ രീതി അവലംബിക്കുന്നത്. അതിന് മാറ്റിയെടുക്കണം. മാത്രമല്ല ഇതിന് മുൻപിൽ ഒരുപാട് സംഭവം ഉണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് യാത്രയിൽ ഒരു യുവാവ് ഇവിടെ ചികിത്സയ്ക്ക് വരികയുണ്ടായി. ആ യാത്രയിൽ ഒരു യുവാവ് ചികിത്സയ്ക്ക് വന്നത് ഒടുവിൽ മരണപ്പെടുന്നൊരവസ്ഥയിലാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ RMOയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ നേരിൽ കണ്ട് അന്വേഷണം നടത്തുകയും ആ അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പലതരം ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ആ രോഗിയായി വന്ന ആ രോഗി മരണപ്പെട്ട ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാതെ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന പ്രധാന കാരണം ഇവിടുത്തെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് ആദ്യമായി നിർത്തലാക്കണം. ഈ സ്വകാര്യ പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് ഇവരുടെ ശ്രദ്ധ മുഴുവനും ഇവിടെ കേന്ദ്രീകരിക്കാതെ ആ ശ്രദ്ധ അവരുടേതായിട്ട് സ്വന്തം ക്ലിനിക്കിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാളിച്ചകളും വീഴ്ചകളും കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഈ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ തീർച്ചയായും അതിൽ നിന്ന് മോചിതരാക്കണം, അതിൽ നിന്ന് നിർത്തലാക്കണം. അതിന് അനുവാദം കൊടുക്കാതിരിക്കുന്നത് എങ്കിൽ മാത്രമേ
മാത്രമല്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആദിവാസി മുൻപ് ഒരു പ്രസവം ഉണ്ടായിരുന്നു. ആ പ്രസവത്തിൽ ആ കുഞ്ഞ് മരിച്ചപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വാഹനത്തുള്ള യാത്രാ ചെലവില്ലാത്തത് കാരണം ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോൾ അതുപോലെ സമീപിച്ച് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടുത്തെ നെഴ്സ് അവരോട് പറഞ്ഞ ഭാഷ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു സഞ്ചിയിൽ ആ മരിച്ച കുട്ടിയെ വെച്ചുകൊണ്ട് അതിന് മുകളിൽ മുറുക്കും മിക്സറും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ ആരും അറിയില്ല എന്നുള്ള ഒരു ഉപദേശം കൊടുത്ത ഒരു സംഭവം ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ര നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഏത് ഡോക്ടറായാലും ശരി അവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് തെരുവിൽ തടയാൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആശുപത്രിയിൽ നടക്കുന്ന ചില കിരാതമായ പേർവാഴ്ചകൾ സമൂഹത്തിന് തന്നെ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ്. ഈ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് എല്ലാം സുതാര്യമാണ്. അതുപോലെ തന്നെ അതിനെ നയിക്കുന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത് എനിക്കൊരു കപ്പലുണ്ട്, ഞങ്ങൾക്കൊരു കപ്പലുണ്ട്, അതിലൊരു കപ്പിത്താനുണ്ട് എന്ന് പറഞ്ഞ് ഈ നമ്മുടെ PR വർക്കിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് മാത്രമേ ഈ ആരോഗ്യ മേഖലയെ കാണാൻ കഴിയൂ. സാധാരണക്കാരന് നീതി ലഭിക്കേണ്ട, സാധാരണക്കാരന് ലഭിക്കേണ്ട ആതുര ശുശ്രൂഷ രംഗത്തുള്ള ആ സേവനങ്ങൾ ഉദാത്തമായ മാതൃകയിൽ കൊടുക്കേണ്ട ഗവൺമെൻറ് നിശ്ചലമായിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാലക്കാട് ജില്ലയിലെ നെമ്മാറയുടെ MLA ആയ K. ബാബു ആ മണ്ഡലത്തിലൊരു കുട്ടിക്കുണ്ടായ ദാരുണമായ ആ കൈപ്പത്തി മുറിച്ചു മാറ്റിയ സംഭവത്തെക്കുറിച്ച് ഈ ആസ്പത്രിയിൽ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാഴ്ചയും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളും നമ്മൾ ശ്രവിച്ചുവല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആശുപത്രിയിൽ വന്ന കുട്ടിയുടെ കയ്യിൽ മുറിയേറ്റിരുന്നു, അതിനകത്ത് എല്ല് പൊട്ടിയിരുന്നു. മുറിയേറ്റിരുന്ന കുട്ടിയുടെ കൈപ്പത്തിയിൽ കൂടെ കയ്യിലൂടെ ചോരയൊലിച്ചപ്പോൾ അതിനെ പരിപാലിച്ച് മുറി ഉണങ്ങിയ ശേഷമേ ശുശ്രൂഷിച്ച് ആ സർജറി ചെയ്ത ആ എല്ലിനെ ബലപ്പെടുത്താൻ കഴിയുള്ളൂ. അത് കൂട്ടാക്കാതെ ഈ എല്ലാ ഡോക്ടർമാരും MBBS എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെന്ന്. എല്ലാ ഡോക്ടർമാരെയും ഞങ്ങൾ അടിച്ചാക്ഷേപിക്കുകയല്ല, മറിച്ച് ഇത്തരം രോഗികളെ ശുശ്രൂഷിക്കേണ്ട ഡോക്ടർമാർ അവരുടെ അനാസ്ഥ മൂലമുണ്ടായ ആ കുട്ടിയുടെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റാനുണ്ടായ സാഹചര്യത്തിന് ഇതിന് ഉത്തരവാദികളായവർക്ക് നേരെ പോലീസ് കേസെടുത്തപ്പോൾ അത്തരം നടപടിയെ ഞങ്ങൾ ശ്ലാഘനീയമായി അഭിനന്ദിക്കുകയാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആ കശ്മീരനായ ഡോക്ടറുടെ പേരിൽ നടപടിയെടുത്തപ്പോൾ അതിനെതിരെ IMAയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ആ ബലത്തിന്റെ മറവിൽ സാധാരണക്കാരന് കിട്ടേണ്ട ചികിത്സാ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇത്തരം ഡോക്ടർമാരുടെ സമരമുറയ്ക്ക് മുന്നിൽ ഗവൺമെന്റിന്റെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ ഡോക്ടർമാരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾ തരുന്ന നികുതി പണത്തിന്റെ പേരിൽ തടിച്ചു പൊടിത്ത് വീർത്തു നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഇത്തരം ഗതികേടുണ്ടായെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ സാമ്പത്തിക നേട്ടം മാത്രമാണ് ഉന്നമനമിട്ട് ഈ സർക്കാർ സമ്മർദ്ദത്തിലാക്കി സമരത്തിലൂടെ നേടിയെടുക്കാനുള്ള നിങ്ങളുടെ നീക്കത്തെ എന്ത് വില കൊടുത്തും ശക്തമായി ചെറുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാഗങ്ങളും RMPയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളും സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സമര സമിതി സിന്ദാബാദ്. പ്രതിഷേധം 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 കൈ മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. ധനസഹായം പ്രഖ്യാപിക്കുക. കൈ മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. ധനസഹായം പ്രഖ്യാപിക്കുക. കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർക്കെതിരെ
ഡോക്ടർമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. നിയമ നടപടികൾ സ്വീകരിക്കണം. OP ബഹിഷ്കരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുക. മുറിച്ചു മാറ്റിയ കുഞ്ഞിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക.